ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ അലീനയുടെ പേരിലുള്ള വഴക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ദേഷ്യം പിടിച്ച് വൈജ പറയുന്നുണ്ട്, ആരോരും ഇല്ലാത്തവളാണെങ്കിൽ അടങ്ങി നിൽക്കണം, വീട്ടിലെ മുതലാളി കൈ കാണിച്ചു ഉടനെ ഓടി കയറുകയല്ല വേണ്ടത്. ഇത് കേട്ട ദേഷ്യത്തിൽ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇത്ര വലിയ സദാചാരം പറയുന്നുണ്ടല്ലോ, നീ ആരായിരുന്നടി? നീ എന്തൊക്കെയാണ് ആഗ്രയിൽ കാണിച്ചു കൂട്ടിയത്? ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ വൈജ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരാഗ്ര എന്നൊക്കെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ മുത്തശ്ശി ഒന്നും കാര്യമാക്കി എടുക്കുന്നില്ല. മുത്തശ്ശി നല്ലോണം പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പറയുന്ന കേട്ടാ തോന്നും നാട്ടുകാരും വീട്ടുകാരും ഗുരുക്കന്മാരെയും എല്ലാം അനുസരിച്ച് ജീവിക്കുന്ന പുണ്യവതിയാണെന്ന്. നീ ഒറ്റയൊരുത്തി കാരണം ഞാനും കുഞ്ഞിരാമേട്ടനും രാവുണ്ണിയേട്ടനും ഗംഗാധരനും എന്തുമാത്രം വിഷമിച്ചു. അപമാനവും സങ്കടവും എല്ലാം സഹിച്ചതിന് വല്ല കണക്കുമുണ്ടോ? ഇത്രയും കേട്ടതിന് ശേഷം വൈജ അത്രയും ദേഷ്യത്തിൽ പറയുന്നുണ്ട്, അമ്മയൊന്നും നിർത്തുന്നുണ്ടോന്ന്. മുത്തശ്ശി പറഞ്ഞു തീർന്നില്ലെങ്കിലും പിന്നെ മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നെ വൈജ സമാധാനത്തിൽ ചോദിക്കുന്നുണ്ട്, അമ്മ അവളോട് വല്ലതും ചോദിച്ചായിരുന്നു ആഗ്രയിലെ കാര്യം? അപ്പോൾ മുത്തശ്ശി പറയാണ്, ആ ചോദിച്ചു. അവൾ ആഗ്രയെ പോയിട്ടുമില്ല, പോയ ആരും അവൾക്ക് പരിചയവുമില്ല. അവളെന്തോ പടക്കം പൊട്ടിച്ചതാ. പക്ഷെ അവളത് ചോദിച്ചപ്പോൾ നീ വരണ്ടോന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ വൈജ അതിശയത്തിൽ ചോദിക്കുന്നുണ്ട്, അവൾ വെറുതെ പറഞ്ഞതാണോ? അപ്പോൾ അവൾ തിരിച്ചൊന്നും ചോദിച്ചില്ലേ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ആ ചോദിച്ചു. അവിടെ എന്തേലും നടന്നിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും നടന്നിട്ടുമില്ല, എനിക്കൊന്നും അറിയത്തുമില്ല. അപ്പോൾ വൈജ പിന്നെയും ചോദിക്കുകയാണ്, അപ്പോൾ അവൾ വെറുതെ പറഞ്ഞതാണല്ലേ? അപ്പം മുത്തശ്ശി നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ആ അതെ, ഇനി നീ അതിനെ അവളോട് പോയി ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട. അപ്പോൾ വൈജ പറയാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അവളെ മതിയല്ലോ, ഇത് എവിടുന്ന് വന്നു? അപ്പോൾ മുത്തശ്ശി പറയാണ്, എല്ലാവർക്കും മനസ്സിലായി ഈ വീട്ടിലെ പ്രശ്നക്കാരി ആരാണെന്ന്. അപ്പോൾ വൈജ, ഞാനാണോ ഈ വീട്ടിലെ പ്രശ്നക്കാരി? അപ്പം മുത്തശ്ശി പറയാണ്, അല്ലടി ഞാനാണല്ലോ നിന്നെ ഈ ഭൂമിയിലോട്ട് പെറ്റിട്ടത്, എല്ലാത്തിനും കാരണക്കാരി ഞാനാ. വൈജ ഇതൊക്കെ പറയുമ്പോൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോയെന്ന് ചുറ്റിനും നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വൈജ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നെ കാണിക്കുന്ന ബബിതേനും കൃഷ്ണമോളെയാണ് കേട്ടോ. ബബിതയും കൃഷ്ണമോളും പഠിക്കുകയാണ്. കൃഷ്ണമോൾ നന്നായി വായിച്ച് പഠിക്കുന്നുണ്ട്. ബബിത അതിൻ്റെ ഇടയ്ക്ക് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണമോൾ ഫോൺ പിടിച്ച് വാങ്ങിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ തമാശയ്ക്കായിരിക്കാം. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ കയറി വരുന്നുണ്ട്. അന്നേരം രണ്ടുപേരും എഴുന്നേറ്റ് നിന്ന് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അച്ഛനെന്താ ഈ നേരത്ത്? അപ്പോൾ ബാലൻ പറയാണ്, നിങ്ങൾ രണ്ടുപേരും ഈ നേരത്ത് പഠിക്കുകയാണോ, ഫോണിൽ കളിക്കാന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ ബബിത പറയാണ്, ഓ സ്പൈ വർക്ക്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചുമ്മാ പറയുന്നതാ ബബിത ചേച്ചി, അച്ഛൻ വേറെ എന്തോ കാര്യത്തിന് വന്നതാ. അപ്പോൾ ബബിത ആണോ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, ആ പല ഉദ്ദേശങ്ങളും ഉണ്ട്. അമ്മ എവിടെ? അപ്പോൾ ബബിത അവിടെ ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട്, അമ്മ കിച്ചണിലുണ്ട്, അലീനയായിട്ട് യുദ്ധമായിരുന്നു. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, യുദ്ധമോ? എന്ത് യുദ്ധം? അതച്ഛനറിയത്തില്ലേ? കൃഷ്ണമോൾ പറയാണ് കേട്ടോ. അതച്ഛനറിയത്തില്ലേ? അമ്മ എന്തെങ്കിലും കൊനഷ്ട പറയും, അലീന ചേച്ചി അതിന് മറുപടി പറയും. അപ്പോൾ ബാലൻ ചോദിക്കുകയാണ്, ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പോൾ കൃഷ്ണമോൾ പറയാണ്, കൊള്ളാം, അച്ഛനിതൊന്നും അറിയില്ലേ? അമ്മ ഇവിടുന്ന് അലീന ചേച്ചിനെ പറപ്പിക്കാൻ നിൽക്കുക. അലീന ചേച്ചിയാണെങ്കിൽ ഇന്നലേ പറക്കാൻ റെഡിയാ. അപ്പോൾ ബാലൻ തമാശയ്ക്ക് ചോദിക്കുന്നുണ്ട്, വല്ലതും നടക്കുമോ? അതും ചോദിച്ച് ചിരിച്ചും കൊണ്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ഊൺമേശയുടെ അവിടെ പോയി അലീനയെ വിളിക്കുന്നുണ്ട്. അലീനയെ വിളിക്കുന്ന സമയത്ത് അലീനയും വൈജയും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. അലീനേൻ്റെ പാസ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അലീനയെ ബാലൻ വിളിക്കുന്നത്. അന്നേരം വൈജ വന്ന് നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ബാലൻ ഇന്ന് ഇവളെയും കൂട്ടി കാറിൽ പോയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലൻ പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്, പോയിരുന്നോ എന്ന്? നീ എല്ലാം അറിഞ്ഞു, എല്ലാവരോടും ചോദിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം, പിന്നെ എന്തിനാ അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യം, അതിൽ നിനക്ക് എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ആ ചോദിച്ച ചോദ്യം ഇങ്ങോട്ട് തിരിച്ചെടുത്തു. എന്നിട്ട് ചോദിക്കുകയാണ്, ഇവളേനെയും കൂട്ടിക്കൊണ്ട് പോയി ബാങ്കിലൊരു അക്കൗണ്ടും എടുത്തപ്പോൾ ബാലൻ എന്ത് സുഖമാണ് കിട്ടിയതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം ബാലൻ പറയാണ്, ഇവള് ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ എടുത്തതാ. അപ്പം ഇത് കേട്ടു നിന്ന് വൈജ പറയുന്നുണ്ട്, ഓ വേലക്കാരത്തിയുടെ പൈസയുടെ കാര്യത്തിൽ എന്തൊരു ശുഷ്കാന്തി. ഇതിനു മുന്നേ ഇവിടെ നിന്ന് ഒരു സെർവൻറ്റിനും അക്കൗണ്ട് എടുത്തു കൊടുത്തിട്ടില്ല, ഇവൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? അപ്പോൾ ബാലൻ പറയാണ്,
ഇവളുടെ മുന്നിൽ ആരെങ്കിലും വന്ന് കൈ നീട്ടിയാൽ ഉടനെ ഇവൾ ആ പൈസ അങ്ങ് എടുത്ത് കൊടുക്കും. അപ്പോൾ വൈജ പറയാണ്, കൊടുക്കട്ടെ ബാലേന്ദ്ര, നമുക്കെന്താ നഷ്ടം? ബാലൻ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. ബാലൻ അത് ശ്രദ്ധിക്കാത്ത പോലെ അലീനയ്ക്ക് പാസ്പോർട്ട് എടുത്ത് കൊടുക്കാൻ നോക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട് ചെക്ക് ബുക്ക് വഴിയേ വരും, ATM കാർഡും കിട്ടും എന്നൊക്കെ പറയാണ്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞു വിടാൻ നിൽക്കുന്ന ഇവൾക്ക് എന്തിനാ പാലായിൽ ബാങ്കിലൊരു അക്കൗണ്ട്? അന്നേരം ബാലൻ പറയാണ്, ഈ വീട്ടിൽ നിന്നല്ലേ ഇവളെ പറഞ്ഞു വിടാൻ പറ്റുള്ളൂ, പാലായിന്ന് ഇവളെ കണ്ടം വഴി ഒഴിക്കാനുള്ള അതോറിറ്റി ഒന്നും നമുക്കില്ലല്ലോ വൈജയെ. ഉടനെ വൈജ ചോദിക്കുകയാണ്, ഇവൾ എവിടെ ജോലിക്ക് നിൽക്കും? അപ്പോൾ ബാലൻ പറയാണ്, അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവളുടെ കാര്യം നീ എന്തിനാ അന്വേഷിക്കുന്നേ? അപ്പോൾ വൈജ ചോദിക്കുകയാണ്, ഇവൾക്ക് ആര് ജോലി കൊടുക്കും? അന്നേരം ബാലൻ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ആളുകൾ ക്യൂ ആണ്, എൻ്റെ ഫ്രണ്ട്സ് പോലും വെയിറ്റിങ്ങിലാണ്, ഞാൻ അവരോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയാണ്. അപ്പോൾ വൈജ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ഓ അപ്പോൾ ഇവൾ ഇവിടുന്ന് പാലയിൽ നിന്ന് പോകുന്നില്ല അല്ലേ? അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, അത് അവൾ തീരുമാനിക്കട്ടെ എന്ന്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, മനുവും ഉണ്ടാവുമല്ലോ കൂടെ, അവൻ കാറും കൊണ്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാന്ന് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലൻ പറയുന്നുണ്ട്, വൈജ നിനക്ക് മാത്രമേ അവളെ വേണ്ടാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും അവളെ വേണോ എന്ന്. ഇതും പറഞ്ഞ് ബാലൻ പാസ്ബുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം വൈജ അത് തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നുണ്ട്. വൈജ പാസ്ബുക്ക് തുറന്ന് നോക്കുന്നുണ്ട് എന്താണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. അന്നേരം അത് നോക്കിക്കൊണ്ട് വൈജ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ബാലനെയും നോക്കുന്നുണ്ട്, അലീനയും മാറി മാറി നോക്കുന്നുണ്ട്. പക്ഷെ അലീനയ്ക്ക് കാര്യം പിടികിട്ടിയിട്ടില്ല. അലീന അപ്പോഴും രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. കാരണം പാസ്ബുക്കിനകത്ത് 1,87,000 രൂപ ഉള്ള അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് വൈജ അന്തം വിട്ടങ്ങനെ നിന്ന് പോണത്. അങ്ങനെ വൈജ ബാലനോട് ചോദിക്കുകയാണ്, ഇത് എന്താ ഈ 1,87,000 രൂപേൻ്റെ കണക്ക്, ഇത് എന്തിനാ അവളുടെ അക്കൗണ്ടിൽ ഇട്ടിരിക്കണേന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അലീന പോലും അറിയുന്നത് അവളുടെ അക്കൗണ്ടിൽ അത്രയും പൈസ ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ബാലൻ പറയുകയാണ്, 1,57,000 രൂപയുള്ളൂ, ബാക്കി 30,000 രൂപ രേവതിക്കുട്ടി അവരുടെ ആൾക്കാരും വന്നപ്പോൾ അവൾക്ക് കൊടുത്ത സംഭാവനയാണെന്ന് പറയാണ്. അപ്പോൾ വൈജ ചോദിക്കുകയാണ്, അപ്പോൾ എന്ത് ഈ 1,57,000 കണക്ക് എന്താ ചോദിക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, അത് ഞാൻ അവൾക്ക് കൊടുത്ത കോമ്പൻസേഷൻ ആണെന്ന് പറയുകയാണ്. അപ്പോൾ എന്തിൻ്റെ കോമ്പൻസേഷനാണ് ഈ 1,57,000 രൂപ എന്ന് ചോദിക്കുകയാണ് വൈജ. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, അത് നിനക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അതൊരു ചെറിയ കടം വീട്ടലാണ്, അത് നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും എന്ന് പറയുകയാണ് കേട്ടോ ബാലൻ. വൈജയ്ക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ അലീനയ്ക്ക് ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് മനസ്സിലായി. സാർ എങ്ങനെയോ ബാലൻ എങ്ങനെയോ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അലീനയ്ക്ക് കാര്യം മനസ്സിലായി. അലീന ഒന്നും മിണ്ടാതെ അകത്തോട്ട് കിച്ചണിലോട്ട് കയറി പോവുകയാണ് കേട്ടോ. അന്നേരം വൈജ പറയുന്നുണ്ട്, ഈ കള്ളക്കളി ഒളിച്ചകളിയൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ബാലനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അലീന അങ്ങോട്ട് കയറി പോവുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്ന അലീനയാണ്. അലീന ഒന്നും മനസ്സിലാവാതെ എന്താ സംഭവിച്ചതെന്നറിയാതെ കിച്ചണിൽ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അന്നേരം വൈജ അങ്ങോട്ട് വന്നിട്ട് അലീനൻ്റെ ഫ്രണ്ടിലോട്ട് ആ പാസ്ബുക്ക് എല്ലാം കൂടി വലിച്ചെറിയുന്നുണ്ട്. അന്നേരം അലീന ഒന്നും മിണ്ടാതെ അതെടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഞാനിത് തിന്നാനൊന്നും നിൽക്കുന്നില്ല, ഞാനിത് ചികിത്സയ്ക്കൊന്നും വകയില്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കും എന്ന് പറയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഓ നീ വലിയ ദാനധർമ്മിയാണല്ലോ, പൈസ ഉള്ളവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പൈസ ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ദാനധർമ്മി, അങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് വൈജ പറയുന്നുണ്ട്, ബാലചന്ദ്രനെ പൂങ്കണ്ണീര് കാണിച്ചും അവശത കാണിച്ചും നല്ല പിള്ള ചമഞ്ഞും അടിച്ചു മാറ്റിയതല്ലടി നീ ഇത്രയും പൈസ എന്ന് പറയാണ് കേട്ടോ. അപ്പം അലീന പറയുന്നുണ്ട്, അല്ല മാഡം, അദ്ദേഹം എനിക്ക് കനിഞ്ഞു തന്ന കോമ്പൻസേഷനാണ്, നഷ്ടപരിഹാരം, അങ്ങനെ പറയാണ്. അന്നേരം വൈജ ചോദിക്കുന്നുണ്ട്, എന്തിൻ്റെ വകയിൽ? നിൻ്റെ അശ്രദ്ധ മൂലം നിൻ്റെ വയറിൽ മുറിവുണ്ടായതിന് ഞങ്ങൾ എന്തിനാ നിനക്ക് ക്യാഷ് തരുന്നതെന്ന് ചോദിക്കുകയാണ്. വൈജ പിന്നെ നിർത്തുന്നില്ല, ചോദിച്ചുകൊണ്ടേ ബാലചന്ദ്രന് നിന്നോടൊരു അലിവ് തോന്നി പൈസ തന്നു തന്നെ ഇരിക്കട്ടെ, നീ അത് വാങ്ങിക്കാൻ കൊള്ളാവോ? ഉളുപ്പുണ്ടോ നിനക്ക്? അങ്ങനൊക്കെ ചോദിക്കുന്നുണ്ട്. ഭയങ്കര ദേഷ്യത്തിലും ഭയങ്കര വെറുപ്പോടൊക്കെയാണ് ചോദിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് പോകുന്ന വൈജയനെ അലീന പുറകെ നിന്ന് വിളിക്കുന്നുണ്ട്. വൈജയന്തി മേഡം എന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം തിരിഞ്ഞു നോക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് അശ്രദ്ധ മൂലം മുറിവുണ്ടായതല്ല, ഞാൻ ആ കത്രിക സ്വന്തം എൻ്റെ വയറ്റിൽ കുത്തി കയറ്റിയതാണ് എന്ന് പറയാണ്. അപ്പോൾ വൈജു ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ വട്ടാണോ? സ്വന്തമായിട്ട് കുത്തി കയറ്റാൻ നീ എന്താ എന്നെ കളിയാക്കുകയാണോ? അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, വട്ട് എനിക്കല്ല, മാഡത്തിൻ്റെ മകനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജ ഞെട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മകനോ? എൻ്റെ മകൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് മോനോട് തന്നെ വിളിച്ച് ചോദിച്ചു നോക്ക്, അലീനേൻ്റെ വയറ്റിൽ എങ്ങനെയാണ് മുറിവായ മോനെ എന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയാണ്. അന്നേരം വൈജ പറയാണ്, നിൻ്റെ വാക്കും കേട്ടോണ്ടേ എനിക്ക് അവൻ്റെ മുന്നിൽ പോയി നാണം കെടേണ്ട ആവശ്യമൊന്നുമില്ല. അന്നേരം അലീന പറയുന്നുണ്ട്, എന്നാ വേണ്ട, ആവശ്യമില്ല.
മേഡത്തിനത് പിന്നീട് മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അലീന പിന്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അന്നേരം വൈജ വീണ്ടും വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നില്ലടി എവിടെ, നീ എന്നതാ പറഞ്ഞു വരുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന സംഭവിച്ച കഥകളെല്ലാം ഒരെണ്ണം വിടാതെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൻ രോഹിത് കോളേജിൽ പോവാന്ന് പറഞ്ഞ് അഭിനയിച്ച് പോയതും അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വന്നതും, പിന്നെ ഹരി അകത്ത് ഒളിച്ചിരുന്നതും, പിന്നെ മയക്കുമരുന്ന് കലക്കി കൊടുത്തതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും വൈജേൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും വൈജ പറയുന്നത്, നീ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയുകയാണോടി എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എത്ര കേട്ടാലും കൊണ്ടാലും പഠിക്കില്ലല്ലോ വൈജ. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അലീന ഒന്നും മിണ്ടുന്നില്ല. അലീന സൈലൻ്റ് ആണ് അവിടെ. പിന്നെയും ചോദിക്കുകയാണ്, നീ ഈ കള്ളങ്ങളെല്ലാം പറഞ്ഞിട്ടാണല്ലേ ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്ന് പൈസ എല്ലാം വാങ്ങിച്ചെടുത്തത്? അന്നേരം അലീന പറയുന്നുണ്ട്, ആണ്, അങ്ങനെ തന്നെയാണെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അലീന ഒന്നും മിണ്ടാതെ പോകുന്നത് കണ്ടിട്ട് വൈജയ്ക്ക് പിന്നെ ഒന്നും ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല. അവൾ സൈലൻ്റ് ആയിപ്പോയി. പിന്നെ ഒന്നും മിണ്ടാതെ വൈജ അവിടുന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശീനെയാണ്. അലീന വന്നിട്ട് മുത്തശ്ശീൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവിടെ എന്തായിരുന്നു ബഹളം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനും സാറും കൂടെ ബാങ്കിൽ പോയതും അക്കൗണ്ട് എടുത്തതൊന്നും മാഡത്തിന് ഇഷ്ടമായില്ല. പിന്നെ സാറാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിലോട്ട് കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് മാഡം വേറെ അർത്ഥത്തിലാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, രൂപ എന്ന് വെച്ചാൽ എത്രയാണ് ഇട്ടിരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, 1,87,000. അപ്പോൾ മുത്തശ്ശി ഭയങ്കര ഞെട്ടി ചോദിക്കുന്നുണ്ട്, 1,80,000? അതെന്തിനാ അത്രയും പൈസ നിൻ്റെ അക്കൗണ്ടിലോട്ട് ബാലൻ ഇടാൻ പോയത്? അതിൻ്റെ പേരിൽ വൈജ പ്രശ്നം ഉണ്ടാക്കിയതിന് എന്താ ഇപ്പം പറയാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ബാലൻ എന്തിനാ അങ്ങനെ ചെയ്തത്? അത്രയും പൈസ എന്തിനാ നിനക്ക് തരേണ്ട കാര്യം എന്നൊക്കെ മുത്തശ്ശി സംശയത്തോടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് എമൗണ്ട് പറഞ്ഞ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പാസ്ബുക്ക് നോക്കിയിട്ട് അവൾ കറക്റ്റ് എമൗണ്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നീ ചോദിച്ചിട്ടാണോ തന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല, എനിക്കറിയത്തില്ലായിരുന്നു, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാ അവൻ അത്രയും പൈസ തന്നേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡത്തിന് അറിയില്ല, എനിക്ക് എന്തിനാണ് ആ പൈസ തന്നേന്നുള്ളത് മാഡത്തിന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്കറിയോ എന്തിനാ അത്രയും പൈസ തന്നേന്നുള്ള കാര്യം നിനക്കറിയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഒരു കടം വീട്ടിയതാണെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്ത് കടം? നിനക്ക് അറിയാമെങ്കിൽ പറ കുഞ്ഞേ, എന്ത് കാര്യമാണെങ്കിലും മുത്തശ്ശിയോട് പറ, നീ എന്നോട് പറ എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന അടുത്തിരുന്ന് പറയുന്നുണ്ട്, എനിക്ക് അന്ന് വയറ്റിൽ മുറിവായത് ഞാൻ വീണിട്ട് പറ്റിയതല്ല മുത്തശ്ശി, പിന്നെ എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവൾ സംഭവിച്ച എല്ലാ കാര്യങ്ങളും മുത്തശ്ശീൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവന്മാരുടെ മുന്നിൽ തോറ്റു പോകാതിരിക്കാൻ വേണ്ടി, കീഴടങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ കത്രിക കൊണ്ട് എൻ്റെ വയറ്റിൽ ആഞ്ഞു കുത്തിയതാണെന്ന് അലീന വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി ആകെ ഞെട്ടിത്തെറിച്ച് ഇരുന്ന് പോവുകയാണ്. ഇത്രയും സംഭവങ്ങൾ സംഭവിച്ചോ, ഞാൻ അറിഞ്ഞില്ല, എന്നോടാരും പറഞ്ഞില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ മുത്തശ്ശി. ഭയങ്കര സങ്കടത്തിലാണ് മുത്തശ്ശി. പിന്നെ അലീനോട് സംസാരിക്കുന്നത്, എന്നോടാരും പറഞ്ഞില്ല കുഞ്ഞേ, ഞാൻ അറിഞ്ഞില്ല, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അലീനയും പറയുന്നുണ്ട്, എനിക്കിങ്ങനെ സംഭവിച്ചത് സാർ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്, ഞാനായി പറഞ്ഞില്ല, മനുവേട്ടനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സാർ എങ്ങനെയോ മനസ്സിലാക്കി എനിക്കതിനുള്ള പൈസയാണ് തന്നത്. പക്ഷേ എനിക്ക് ഈ പൈസ വേണ്ട, ഞാനിത് പാവങ്ങളുടെ ചികിത്സയ്ക്ക് കൊടുക്കത്തേ ഉള്ളൂ മുത്തശ്ശി, എനിക്കിത് വേണ്ട എന്ന് പറയുന്നുണ്ട്. അലീന പിന്നെ ഒരുപാട് സങ്കടങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ആരൊക്കെയോ ചെയ്ത എന്തെല്ലാം കുറ്റങ്ങൾക്ക് ഞാനാണ് പഴി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മുത്തശ്ശി പോലും ചോദിച്ചില്ലേ, ബാലചന്ദ്രൻ എന്തിനാ നിനക്ക് അത്രയും രൂപ തന്നതെന്ന്? അതുപോലെ എല്ലാവരും എന്നെ ആ കണ്ണിൽ മാത്രമേ കാണൂ. സത്യങ്ങൾ അറിയുന്നത് വരെ എല്ലാവരും അങ്ങനെ തന്നെ കാണുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുറച്ച് മുമ്പ് മാഡത്തിനോടും ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി കുറച്ച് ഞെട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ വൈജയൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ, ഞാൻ കുറച്ച് മുന്നേ മാഡത്തിൻ്റെ അടുത്തും കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയാണ്. രോഹിത് റൂമിൽ ഫോണിൽ എന്തോ കളിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം റൂം തുറക്കുന്നുണ്ട് വൈജ വന്നിട്ട്. അന്നേരം രോഹിത് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഓ അമ്മയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ വീണ്ടും രോഹിത് ഒന്നും കൂടെ നോക്കുന്ന സമയത്ത് അമ്മേൻ്റെ മുഖത്ത് വലിയ എക്സ്പ്രഷനൊന്നുമില്ല. അതുകൊണ്ട് രോഹിത് എന്ത് അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ ഒന്നും മിണ്ടുന്നില്ല, ഭയങ്കര സൈലൻ്റാണ് വൈജ. രോഹിത് പേടിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് നീക്കുന്നുണ്ട്. വൈജ റൂമിനകത്തേക്ക് കയറി. അവൻ്റെ മുഖത്തോട്ട് തന്നെ വൈജ ഭയങ്കര ദേഷ്യത്തിലാണ്, ഭയങ്കര ഒരുമാതിരി ഒരു നോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ.
രോഹിത് ആകെ പേടിച്ചിട്ട് എന്താ അമ്മയെന്ന് ചോദിച്ച് മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. അന്നേരം വൈജു ചോദിക്കുന്നുണ്ട്, നീയും ഹരിയും കൂടെ അലീനയെ റൂമിലോട്ട് വിളിച്ച് വരുത്തി ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ നോക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ രോഹിത് സൈലൻ്റ് ആണ് കേട്ടോ. അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ രോഹിത്തിന് നല്ല കണക്കിന് അടി കിട്ടുന്നൊരു സീനുണ്ട് കേട്ടോ. എല്ലാവരും മറക്കാണ്ട് കാണുക. അപ്പോൾ താങ്ക്